ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രാഗ്മെൻറ്റേഷൻ ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ എന്നൊരു യൂണിറ്റാണ്. രണ്ടാമത്തെ യൂണിറ്റാണ്. ബ്ലോക്ക് 3 രണ്ടാമത്തെ യൂണിറ്റാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്യൂഡലിസത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഫ്യൂഡലിസം, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ ഫ്യൂഡലിസം. എന്താണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മിഡീവൽ യൂറോപ്പിൽ അന്ന് നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഒരു രീതിയെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഫ്യൂഡൽ പ്രദേശങ്ങൾ ചെറിയ ചെറിയ ഭരണകേന്ദ്രങ്ങളാക്കി തിരിച്ചുകൊണ്ട് അധികാര വികേന്ദ്രീകരണം നടത്തിക്കൊണ്ട് ഭരിക്കുന്ന രീതിയാണ് ഈ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജാവിൻ്റെ കീഴിൽ ഒരു വലിയ പ്രദേശം ഉണ്ടെങ്കിൽ അത് ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് ഭരണത്തിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അല്ലെങ്കിൽ ഫ്യൂഡൽ ലോർഡ്സ്, ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കീഴിൽ ഒരു പ്രദേശം വരും. അങ്ങനെ ആ ഒരു ഭരണപ്രദേശം ആ ഒരു ഫ്യൂഡൽ ലോർഡിൻ്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഭരിക്കപ്പെടുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിൽ പലപ്പോഴും അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ഫ്യൂഡൽ പ്രഭുവിന് അയാളുടെ കീഴിൽ വരുന്ന ലാൻഡ് അഥവാ ടെറിട്ടറി, ഫീഫ്, അങ്ങനെയാണ് ലാൻഡിനെ അറിയപ്പെടുന്നത്, ഫീഫ് എന്നാണ്. ഈ ഫീഫിൻ്റെ മീതെ അല്ലെങ്കിൽ ലാൻഡിൻ്റെ മീതെ ഒരുപാട് അധികാരങ്ങൾ ഉണ്ടായിരിക്കും. അത് വളരെ ചെറുതായിരിക്കും, പക്ഷെ സെമി ഓട്ടോണമസ് ആയിരിക്കും. മുഴുവനായിട്ട് സ്വയംഭരണമായിരിക്കില്ല, പക്ഷെ ഭാഗികമായിട്ട് സ്വയംഭരണ പ്രദേശങ്ങൾ കൂടിയായിരിക്കും ഈ ഫ്രാഗ്മെൻറ്റേഷനിൽ വരും. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാട് അല്ലെങ്കിൽ ടെറിട്ടറീനെ ചെറിയ ചെറിയ സ്മോൾ ടെറിട്ടറീസ് ആക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഭരിക്കുന്ന രീതിയാണ് പറയുന്നത്. ഇനി ഈ ഫ്രാഗ്മെൻറ്റേഷൻ പല പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. അതായത് ഫ്യൂഡലിസത്തിൽ ഇത്തരത്തിൽ പല പല ഭൂമികളായിട്ട് തരംതിരിച്ചു പോകുന്നത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. എന്തൊക്കെയായിരിക്കാം? മൈഗ്രേഷൻ, മറ്റുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറി പാർത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പ്രധാനമായിട്ടും ഫ്യൂഡൽ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ഫ്യൂഡൽ പ്രഭുവിൻ്റെ മരണത്തിന് ശേഷം അടുത്ത അനന്തരാവകാശി ചൊല്ലിയിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ യുദ്ധങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ഭൂമി പല പല സ്മോൾ ടെറിട്ടറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണ്, ഈ ഫ്രാഗ്മെൻറ്റേഷൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ജർമ്മനി 10ാം നൂറ്റാണ്ടിൽ ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമൻ എംപയറിൻ്റെ കീഴിൽ ഒരു ടെറിട്ടറി ആയിട്ട് വന്നു. ജർമ്മനി ഒരു എന്താ പറയുക, ഏകീകരിച്ചൊരു രാജ്യമായിട്ടാണ് അന്ന് വന്നത് 10ാം നൂറ്റാണ്ടിൽ അണ്ടർ ഹോളി റോമൻ എംപയർ. പക്ഷെ 13ാം നൂറ്റാണ്ടായപ്പോഴേക്കും പല കാരണങ്ങളാൽ ഈ ടെറിട്ടറി പലതായിട്ട് വിഭജിക്കപ്പെടുകയും അങ്ങനെ അതൊരു 300ഓളം ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് ജർമ്മനി വിഭജിക്കപ്പെട്ടു പോയി. അതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിച്ചാൽ എന്തായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക? ഒരു കേന്ദ്രീകൃത, ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെൻറ്, കേന്ദ്രീകൃത ഭരണകൂടം ഉണ്ടാവില്ല. ഒരു നിയമവ്യവസ്ഥിതി, കൃത്യമായിട്ടുള്ളൊരു നിയമവ്യവസ്ഥിതി ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇത്തരത്തിൽ ടെറിട്ടറീസ് ഫ്രാഗ്മെൻറ്റേഷൻ നടന്നാൽ ടെറിട്ടറീസിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ദെൻ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രാഗ്മെൻറ്റേഷൻ്റെ കാരണങ്ങൾ, കോസസ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ എന്തൊക്കെയാണെന്ന്. ഫ്രാഗ്മെൻറ്റേഷൻ്റെ കാരണങ്ങളായിട്ട് ഒന്നാമത് ഇൻഹെറിറ്റൻസ് ലോ ഓഫ് ഫ്യൂഡലിസം, അതായത് ഫ്യൂഡലിസത്തിൻ്റെ അനന്തരാവകാശ നിയമങ്ങൾ. രണ്ടാമത്തത് ഡിസ്പ്യൂട്ട്സ് ഓവർ സക്സഷൻ, അവകാശവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. മൂന്നാമത്തത് ബ്രേക്ക് ഡൗൺ ഓഫ് സെൻട്രൽ അതോറിറ്റി, കേന്ദ്രീകൃത ഭരണത്തിൻ്റെ തകർച്ച. നാലാമതായിട്ട് ഫ്യൂഡൽ വാർഫെയർ, ഫ്യൂഡൽ പ്രഭുക്കന്മാർ തമ്മിലുണ്ടാവുന്ന യുദ്ധം.
അഞ്ചാമതായിട്ട് എക്കണോമിക് ഫാക്ടേഴ്സ്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് സോഷ്യൽ ഫാക്ടേഴ്സ്, സാമൂഹികപരമായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ദെൻ കൾച്ചറൽ ഫാക്ടേഴ്സും സാംസ്കാരികപരമായിട്ടുള്ള കാരണങ്ങൾ. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഫ്രാഗ്മെന്റേഷൻ സംഭവിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഇൻഹെറിറ്റൻസ് ലോ ഓഫ് ഫ്യൂഡലിസം. എന്താണ്? പരമ്പരാഗതമായിട്ടുള്ള ഭൂമിയാണ് അല്ലെ. ഒരു പ്രഭുവിന്റെ കയ്യിലുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ അത് പരമ്പരാഗതമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പ്രഭുത്വ വാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ സെറ്റപ്പില് ഒരു ഫ്യൂഡൽ ലോഡ്, ഒരു പ്രഭു, നാട്ടുപ്രഭു അല്ലെങ്കിൽ ഫ്യൂഡൽ ലോഡ്, ലാൻഡ് ലോഡ്, ഒരു ഭൂവുടമ എന്ന് വെച്ചാൽ ലാൻഡ് ലോഡിസം, ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു ഫ്യൂഡൽ പ്രഭു, ഒരു ഫ്യൂഡൽ ലോഡ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വത്തിന്റെ അവകാശി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നീട് അവിടെ ഭരിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് ആ മരിച്ച ആളുടെ മൂത്ത മകനാണ്. എൽഡർ സൺ ആണ് ഭരിക്കേണ്ടത് അല്ലെങ്കിൽ എൽഡർ സണ്ണിനാണ് പിന്നെ കാര്യങ്ങൾ നോക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുക. അതാണ് ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ പിന്തുടർച്ച അവകാശ പ്രകാരമുള്ള രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഈ രീതിക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഈ ഭൂമിയുടെയും സ്വത്തിന്റെയും മേലെ അവകാശം മറ്റ് പലർക്കും വരുന്ന സ്ഥിതി ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഈ പ്രഭുക്കന്മാരുടെ തന്നെ കേസ് എടുക്കുകയാണെങ്കിലും അവർക്കൊരു മൂത്ത മകൻ എന്ന് പറയപ്പെടുന്ന ഒരാളുണ്ടായിരിക്കും. പക്ഷെ അയാൾക്ക് തന്നെ മറ്റ് ഭാര്യയിൽ വേറെ മകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് ആദ്യം അറിയുണ്ടാവില്ല, ഇയാളുടെ മരണശേഷമായിരിക്കും ആ ആള് വരിക. അങ്ങനത്തെ എന്തുണ്ടാവും, പിന്നെ ഒരു ഡിസ്പ്യൂട്ട്സ്, കലഹങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ മൂത്ത മകന് കൊടുക്കുമ്പോൾ പല കാരണങ്ങളും മൂത്ത മകൻ ഒരു കഴിവില്ലാത്ത ആളാണെങ്കിൽ, ഭരിക്കാൻ കഴിവില്ലാത്ത ആളാണെങ്കിൽ മറ്റുള്ളവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പിന്തുടർച്ചാവകാശത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ ഒരു ഫ്യൂഡലിസത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ ഉടമസ്ഥ അവകാശത്തിനെ കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാവുകയും ഭൂമി കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്യേണ്ട അവസ്ഥ അല്ലെങ്കിൽ തരംതിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തില് ഭൂമി വിഭജിച്ചു പോകുന്നതാണ് ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. ദെൻ അടുത്തത് ഡിസ്പ്യൂട്ട്സ് ഓവർ സക്സഷൻ, അധികാരത്തിനായിട്ടുള്ള തർക്കങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. അതായത് ഒരാളുടെ മരണശേഷം, ഒരു ഫ്യൂഡൽ പ്രഭുവിന്റെ മരണശേഷം അടുത്തത് ആര് എന്ന രീതിയിൽ തർക്കങ്ങൾ വരികയും ഈ തർക്കങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് എത്തുകയും അങ്ങനെ ഭൂമി തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി ഭൂമി വിഭജിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും. ദെൻ അടുത്തത് ബ്രേക്ക് ഡൗൺ ഓഫ് സെൻട്രൽ അതോറിറ്റി, കേന്ദ്രീകൃത ഭരണത്തിന്റെ വീഴ്ച. ഇപ്പോൾ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ കിങ് അല്ലെങ്കിൽ ക്വീൻ, രാജാവാണ് പ്രഥമ സ്ഥാനത്തിരിക്കുന്ന ആൾ അല്ലെ. ഒരു രാജ്യത്തിന്റെ അധികാരി എന്ന് പറയുന്നത് ആരാണ്? രാജാവ് തന്നെയാണ്, കിങ് ഓർ ക്വീൻ തന്നെയാണ്. അപ്പൊ ഈ രാജാവിന്റെ കീഴിലാണ് ഇത്തരത്തിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാര് ഒരു ഭാഗികമായിട്ടുള്ള അധികാര കേന്ദ്രം, സെമി ഓട്ടോണമസ് സ്റ്റേറ്റ്സ് ഒക്കെ രൂപീകരിക്കുന്നത്. പക്ഷേ ഈ രാജാക്കന്മാർ പലപ്പോഴും കഴിവില്ലാത്തവരാകുക, ഇവരും പരമ്പരാഗതമായിട്ട് വരുന്നവരാണ്. ഈ രാജാക്കന്മാര് കഴിവില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥിതിയൊക്കെ വന്നാൽ ആ സെൻട്രൽ അതോറിറ്റി, കേന്ദ്ര ഭരണം വീക്കാവും. അങ്ങനെ വരുന്ന സമയത്ത് എന്തായി, ഈ ഫ്യൂഡൽ ലോർഡ്സ്, ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാര് സെൻട്രൽ അതോറിറ്റി കൈയടക്കാൻ ശ്രമിക്കുകയും ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കീഴിലുള്ള ഭൂമി അവർ സ്വമേധയാ സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിക്കുകയും അവർ കൂടുതൽ അധികാരം ചെലുത്തുകയും കൂടുതൽ അധികാരികളാവുകയൊക്കെ ചെയ്യും. അത്തരത്തില് സെൻട്രൽ അതോറിറ്റിയുടെ തകർച്ച, പല കാരണങ്ങളാൽ സെൻട്രൽ അതോറിറ്റിയിൽ, കേന്ദ്ര ഭരണത്തിൽ ഉണ്ടാകുന്ന തകർച്ച ഈ ഫ്യൂഡൽ ടെറിട്ടറീസ് പലതായിട്ട് വിഭജിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ദെൻ ഇവർ തമ്മിൽ, അതായത് സെൻട്രൽ അതോറിറ്റിയും അതിന്റെ താഴേക്കുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹൈറാർക്കിയലാണ്. അതായത് ഒന്നും മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഹൈറാർക്കിയൽ റിലേഷനാണ് ഇവർ ഫോളോ ചെയ്തു വരുന്നത്. അതായത് രാജാവിന് ആവശ്യം വരുമ്പോൾ ഈ സാമന്തന്മാർ, മീൻസ് ഈ ഫ്യൂഡൽ ലോർഡ്സ് സൈന്യത്തിനെല്ലാം കൊടുക്കുകയൊക്കെ വേണം. പക്ഷെ അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇവർ തമ്മിൽ നിലനിൽക്കുന്നത്. ഈ ബന്ധത്തിന് വീഴ്ച വരുമ്പോഴാണ് സെൻട്രൽ അതോറിറ്റി വീക്കാവുന്നത്. അടുത്തതാണ് ഫ്യൂഡൽ വാർഫെയർ, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ. അതായത് ഒരു രാജാവിന്റെ, ഒരു കിങ് ആണ് ഏറ്റവും ഉയർന്ന അതോറിറ്റി എന്ന് പറഞ്ഞല്ലേ, ഒരു രാജാവിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഭൂമിയാണ് പല ഫ്യൂഡൽ ലോർഡ്സിന്റെ കീഴിലേക്ക് തരംതിരിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കുമ്പോൾ നമ്മളൊരു രാജ്യം, ആ രാജ്യത്തിന്റെ കീഴിൽ നമ്മൾ ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ടല്ലേ. അപ്പൊ രാജ്യത്തിന് ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റുകൾക്ക് എന്തുണ്ട്, സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആലോചിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കിങ് ഓർ ക്വീനിന്റെ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട്, അതിന്റെ കീഴിലേക്ക് ഒരുപാട് ഫ്യൂഡൽ ലോർഡ്സ് ഉണ്ട്, പ്രഭുക്കന്മാരുണ്ട്, അവരുടെ എന്താ പറയുക ലാൻഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്യൂഡൽ
ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു രാജാവിന്റെ കീഴിൽ ഒരു ഫ്യൂഡൽ ലോഡ് അല്ല, ഒരു ഫ്യൂഡൽ പ്രഭു അല്ല ഉണ്ടായിരിക്കുക, ഒരുപാട് ഫ്യൂഡൽ പ്രഭുക്കന്മാരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർ തമ്മിൽ പരസ്പരം അധികാരത്തിന് വേണ്ടിയിട്ടും ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ യുദ്ധങ്ങൾ ഉണ്ടായിരിക്കും. ഡിസ്പ്യൂട്ട്സ് ഇൻ ബിറ്റ്വീൻ ഫ്യൂഡൽ ലോഡ്സ്, ഒരു സെൻട്രൽ അതോറിറ്റിയുടെ കീഴിലുള്ള ഫ്യൂഡൽ പ്രഭുക്കന്മാർ തമ്മിലുണ്ടാവുന്ന യുദ്ധങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ യുദ്ധങ്ങൾ പലപ്പോഴും ഒരു രാജ്യം പിടിച്ചെടുക്കുന്നതിന്, ഒരു രാജ്യം നശിപ്പിക്കുന്നതിന് അങ്ങനെയൊക്കെ കാരണം വളരെ ക്രൂരമായിട്ടുള്ള രീതികൾ, യുദ്ധമുറകളായിരുന്നു അല്ലെങ്കിൽ യുദ്ധ രീതികളായിരുന്നു ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഫോളോ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. അമ്പും വില്ലും പിന്നെ വാൾ, ഇത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ആയുധം ഉപയോഗിച്ചിരുന്നത്. പക്ഷെ കൊല്ലുന്നതിലും വളരെ ബ്രൂട്ടലായിട്ടുള്ള യുദ്ധങ്ങൾ ആ കാലഘട്ടത്തിൽ ഫ്യൂഡൽ ലോഡ്സ് തമ്മിൽ, ഫ്യൂഡൽ പ്രഭുക്കന്മാർ തമ്മിൽ അധികാരത്തിന് വേണ്ടിയിട്ടും ഭൂമിക്ക് വേണ്ടിയിട്ടും നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഇതിന്റെ ഭാഗമായിട്ട് ഒത്തുതീർപ്പ് ഉണ്ടാകുമ്പോൾ, ഈ യുദ്ധങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്ന സമയത്ത് പല ഭൂമികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കും. അത്തരത്തിൽ ഫ്രാഗ്മെന്റേഷൻ സംഭവിക്കാം. ഇനി അടുത്തൊരു കാരണം എന്താണ് ഫ്രാഗ്മെന്റേഷന്റെ? എക്കണോമിക് കാരണങ്ങളാണ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചറൽ, അതായത് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു രീതി, ഒരു എക്കോണമിയാണ് അവിടെ നിലനിൽക്കുന്നതിന്. സമ്പദ് വ്യവസ്ഥ കാർഷിക രംഗവുമായി വളരെ റിലേറ്റഡ് ആണ്. ഇപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഈ കാർഷിക രംഗത്തിന് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരുന്നു? സാമ്പത്തിക രംഗത്തിന് തകർച്ച സംഭവിക്കാം. അതൊന്ന്. വേറൊന്ന്, ഈ കേന്ദ്ര ഭരണത്തിന്, സെൻട്രൽ അതോറിറ്റിക്ക് കേന്ദ്ര ഭരണത്തിന്റെ വീഴ്ച സംഭവിക്കുന്ന സാഹചര്യം പറഞ്ഞല്ലേ, കേന്ദ്ര അതോറിറ്റി, ബ്രേക്ക് ഡൗൺ ഓഫ് സെൻട്രൽ അതോറിറ്റി പറഞ്ഞല്ലേ. അങ്ങനെ കേന്ദ്രീകൃത ഭരണകൂടം തകരുന്ന സമയത്ത് പിന്നീട് ഈ സ്റ്റേറ്റ്സിൽ, ഫ്യൂഡൽ സ്റ്റേറ്റ്സിൽ കൃത്യമായിട്ടുള്ളൊരു ഭരണ വ്യവസ്ഥ ഉണ്ടായിരിക്കില്ല, ഒരു നിയമവ്യവസ്ഥ, ലോ ഉണ്ടായിരിക്കില്ല, ലീഗൽ സിസ്റ്റം ഉണ്ടായിരിക്കില്ല, ട്രേഡ് നല്ല രീതിയിലായിരിക്കില്ല നടക്കുക, തോന്നുന്ന രീതിയിലൊക്കെ ട്രേഡ് ആക്ടിവിറ്റീസ്, പണമിടപാടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ സാമ്പത്തിക രംഗം തകരുന്ന സ്ഥിതിയും ഉണ്ടായിരിക്കും. ഒരു എന്താ പറയുക, ആബ്സെൻസ് ഓഫ് എ സ്റ്റാൻഡേർഡ് സെൻട്രലൈസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലീഗൽ സിസ്റ്റം, ഒരു നല്ല രീതിയിലുള്ള ഒരു നിയമ സംവിധാനത്തിന്റെ വീഴ്ച സംഭവിച്ചാൽ എക്കോണമി തകരുന്ന സ്ഥിതി ഉണ്ടായിരിക്കും. അപ്പൊ എന്തുണ്ടാവാം? ഇങ്ങനെ എക്കോണമി ഒരു വശത്ത് തകരും ചെയ്യാം, അത് ട്രേഡൊക്കെ തകരും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ കടൽ കൊള്ളക്കാരും കൊള്ള സംഘങ്ങളും വളരെ സുലഭമാവുകയും അവര് ടെറിട്ടറി മുഴുവനായിട്ട് നശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാവാം. അടുത്തൊരു ഫാക്ടറാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്, സാംസ്കാരികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇത്തരം ഫ്രാഗ്മെന്റേഷൻ സംഭവിക്കാം. എന്തായിരിക്കും സാംസ്കാരികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പറയുന്നത്? ഇപ്പോ ഒരു രാജ്യത്തിന്റെ കീഴിലുള്ള ഫ്യൂഡൽ സ്റ്റേറ്റ്സുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ പല സ്റ്റേറ്റിനും പല കൾച്ചറായിരിക്കും, പല രീതികളായിരിക്കും ഫോളോ ചെയ്യുന്നത്. നമുക്കതിന് ഇന്ത്യയുടെ എക്സാമ്പിൾ നമുക്ക് പറയാം. യൂറോപ്പിലാണ് സംഭവം പറയുന്നത്, പക്ഷെ ഇന്ത്യയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഏകീകൃത രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. ഈ സ്റ്റേറ്റിലെ ഓരോ സ്റ്റേറ്റിനും ഓരോ കൾച്ചറാണ് അല്ലെ, ഓരോ സ്റ്റേറ്റും ഫോളോ ചെയ്യുന്ന ഓരോ ലാംഗ്വേജ് ആണ്, ഓരോ രീതിയാണ്, വസ്ത്രധാരണം വ്യത്യാസമാണ്, ഭാഷ വ്യത്യാസമാണ്, ഭക്ഷണ രീതി വ്യത്യാസമാണ്, അങ്ങനെ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അതേ സിറ്റുവേഷൻ തന്നെ യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് അന്നുള്ള പല ഫ്യൂഡൽ സ്റ്റേറ്റ്സിലും പല ഭാഷകൾ സംസാരിക്കുന്നു, പല മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുള്ളവർ. അപ്പൊ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ഭരണ വ്യവസ്ഥിതി ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടായിരുന്നു. അതൊരു കാരണമായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഫോളോ ചെയ്യുന്നവരെ ഒരുമിച്ച് ചേർക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരുന്നു. അത് പലപ്പോഴും ഈ ഫ്രാഗ്മെന്റേഷന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഒരേ ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് പറയും. ഒരേ മതപരമായ വിശ്വാസങ്ങളുടെ പേരിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതം ഉണ്ടെങ്കിലും മറ്റു മതവിശ്വാസികളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യൻ എംപയർ വന്നിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ആധിപത്യം വരുന്ന സമയത്ത് ചെറിയ ചെറിയ മറ്റ് വിശ്വാസമുള്ളവരൊക്കെ ഒരു ഏകീകരിക്കുന്ന രീതിയെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഈ ഫ്രാഗ്മെന്റേഷന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് കൾച്ചറൽ ആയിക്കോട്ടെ, എക്കണോമിക് ആയിട്ട്, പാരമ്പര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫ്യൂഡൽ പ്രഭുക്കന്മാർ തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫ്രാഗ്മെന്റേഷൻ, ടെറിട്ടറീസിലെ ഈ വികേന്ദ്രീകരണം എന്ന് പറയുന്നത്, ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന കാര്യം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്
അവിടുത്തെ സോഷ്യൽ ഓർഡർ എന്തായിരുന്നു? ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു ഒരു ഹയറാർക്കിയൽ ഓർഡർ ആണെന്ന് പറഞ്ഞു അല്ലേ. രാജാവ് ഉണ്ട് എന്ന് പറഞ്ഞു, രാജാവിൻ്റെ കീഴിൽ ഫ്യൂഡൽ ലോർഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന് താഴെ ഒന്ന് എന്ന രീതിയിലുള്ളൊരു ഫ്യൂഡൽ ഓർഡർ, ഒരു ഫ്യൂഡൽ സംവിധാനമാണ് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ ഫ്യൂഡൽ സംവിധാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഫ്യൂഡൽ സംവിധാനത്തിൽ ഒരു ഹൈറാർക്കി, ഒന്നിന് താഴെ ഒന്ന് എന്നുള്ള ശ്രേണീകരണം ഏത് രീതിയിലായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സോഷ്യൽ ഓർഡറിൽ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഒരു പിരമിഡ് ഷേപ്പിലാണ് ഈ സ്ഥിതി നിലനിൽക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടോപ്പിൽ കിങ് ആണ്, ഏറ്റവും താഴെ ഏറ്റവും ബോട്ടം പെസന്റ് ആണ്. ഒരു പിരമിഡ് ഷേപ്പിൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കിങ്ങിന്റെ തൊട്ട് താഴെ നൊബിലിറ്റിയുടെ താഴെ ക്ലർജിയുടെ താഴെ അറ്റ് ലാസ്റ്റ് ആരാണ്? പെസൻസ് ആണ് വരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. കണ്ടോ, ആദ്യം കിങ് വരുന്നു, ഒരു നൊബിലിറ്റി, ക്ലർജി, പെസൻസ്. ഇത്തരത്തിലൊരു പിരമിഡ് ഓർഡറിൽ ഏറ്റവും ടോപ്പിൽ കിങ് വരുന്നു, ഏറ്റവും താഴെ പെസൻസ് വരുന്നു. ഇതാണ് നിലനിന്നിരുന്ന ഒരു പിരമിഡ് ഷേപ്പിൽ നിലനിന്നിരുന്ന ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇത് 9th to 15th സെഞ്ചുറിയിൽ യൂറോപ്പിൽ വളരെ സുലഭമായിട്ടാണ് ഇതിലുണ്ടായിരുന്നത്, ഈ സംവിധാനം നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ ദൃഢതയുള്ള ഒരു റിജിഡ് സിസ്റ്റം ആയിരുന്നു എന്ന് പറയാം. വളരെ ദൃഢതയോട് കൂടിയിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കിങ്സ്, നൊബിലിറ്റി, ക്ലർജി, പെസൻസ്, ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓർഡർ. നമ്മൾ ഏറ്റവും ആദ്യം ആലോചിക്കേണ്ട, ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ ഇതെങ്കിലും ഓർത്തിരിക്കണം. കിങ്, നൊബിലിറ്റി, ക്ലർജി, പെസൻസ്, ഈ ഒരു ഓർഡർ ഓർത്തിരിക്കണം. ഇനി ഇതിൽ തന്നെ പല തരതിരിവുകളും വരുന്നുണ്ട്. കിങ് ഓർ ക്വീൻ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ, ഒരു തിരിവില്ല, അദ്ദേഹം തന്നെയാണ് ഏറ്റവും മുകളിൽ. പിന്നീട് വരുന്ന നൊബിലിറ്റിയിൽ പല ഡിവിഷൻസും വരുന്നുണ്ട്, പല ഹൈറാർക്കിയൽ ഓർഡറും വരുന്നുണ്ട്. ക്ലർജിയിലും അതുപോലെ വരുന്നുണ്ട്. ദെൻ പെസൻസും പല രീതിയിലുള്ള ഡിവിഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സോഷ്യൽ ഓർഡർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. ആദ്യം കിങ് ഓർ ക്വീൻ, ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. ആദ്യം വരുന്നത് കിങ് അല്ലെങ്കിൽ ക്വീൻ, ഏറ്റവും ടോപ്പിൽ അല്ലേ, കിങ് ഓർ ക്വീൻ. ഇതൊരു പിരമിഡ് ഷേപ്പിലാണ് ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് എഴുതിയതേ ഉള്ളൂ. കിങ് ഓർ ക്വീൻ. അതിൻ്റെ താഴെ വരുന്നത് നൊബിലിറ്റി ആണ് അല്ലേ. നൊബിലിറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ നൊബിലിറ്റിയിൽ 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നൊബിലിറ്റി അഗൈൻ ഡിവൈഡഡ് ഇൻടു 4. ഏതൊക്കെയാണ്? ഡ്യൂക്സ്, ഏൾസ്, ബാരൻസ്, നൈറ്റ്സ്. ഏതൊക്കെയാണ്? ഡ്യൂക്സ്, ഏൾസ്, ബാരൻസ്, നൈറ്റ്സ്. അങ്ങനെ 4 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഡ്യൂക്സ് ഓർ ഏൾസ് ആണ് ഏറ്റവും ടോപ്പിൽ, അതായത് നൊബിലിറ്റിയിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ വരുന്നത് ഡ്യൂക്സും ഏൾസുമാണ്. രണ്ടാണ്. ഡ്യൂക്സ്, ഏൾസ് രണ്ടാണ് വരുന്നത്. ദെൻ ബാരൻസ്, അവരെ താഴെ വരുന്ന ഗ്രൂപ്പാണ് ബാരൻസ്. ഏറ്റവും താഴെ വരുന്ന ഗ്രൂപ്പ് നൈറ്റ്സ് ആണ് നൊബിലിറ്റിയിൽ. അപ്പം നൊബിലിറ്റിയുടെ ഒരു ഡിവിഷൻ ഇതാണ്. നൊബിലിറ്റിക്ക് ശേഷം വരുന്ന ഗ്രൂപ്പാണ് ആര്? ക്ലർജി എന്ന് പറയുന്നത്. ക്ലർജി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വിശ്വാസവുമായി ബന്ധപ്പെടുന്നവരാണ് ക്ലർജി. ക്ലർജിയിൽ 3 ഡിവിഷൻസ് ആണ് വരുന്നത്. ബിഷപ്പ്, പ്രീസ്റ്റ്, മങ്സ്. ബിഷപ്പ്, പ്രീസ്റ്റ്, മങ്സ്. ആദ്യം ബിഷപ്പാണ് ക്ലർജിയിൽ വരിക, ദെൻ പ്രീസ്റ്റ് ആണ് വരിക, ദെൻ മങ്സ് ആണ് വരിക. ദെൻ ഏറ്റവും താഴെ വരുന്നതാണ് പെസൻസ്. ക്ലർജിനും താഴെ വരുന്നതാണ് പെസൻസ്. പെസൻസിൽ ഡിഫറെൻറ്റ് വിഭാഗങ്ങളുണ്ട്. ഫാർമേഴ്സ് ഉണ്ട്, ക്രാഫ്റ്റ്മാൻ ഉണ്ട്, പിന്നെ മറ്റ് ലേബേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊരു ഡിവിഷൻ ഇല്ല, ഒന്നിന് താഴെ ഒന്നെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ പെസൻസിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ഓർഡർ കൃത്യമാണ്. ഈ ഓർഡർ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കിങ് ഓർ ക്വീൻ, അതിന് താഴെ ഡ്യൂക്ക്, ദെൻ ഏൾസ്, ദെൻ ബാരൻസ്, ദെൻ നൈറ്റ്സ്, ദെൻ ബിഷപ്പ്. ഈ ക്ലർജിയിൽ വരുമ്പോൾ ബിഷപ്പ്, പ്രീസ്റ്റ്, മങ്സ്. ഒന്നിനു താഴെ ഒന്നായിട്ട് ഹൈറാർക്കിയൽ ഓർഡറിൽ. പെസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ഫാമേഴ്സ് ഉണ്ടാവാം, ക്രാഫ്റ്റ്മാൻ ഉണ്ടാവാം, ലേബേഴ്സ് ഉണ്ടാവും. അവർക്ക് കൃത്യമായിട്ട് ഡിവിഷൻ ഇല്ല. അപ്പം ഇതാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ഒരു രീതി. ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കിങ് ഓർ ക്വീൻ എന്ന് പറഞ്ഞാൽ ഒരു ടെറിട്ടോറിയൽ ഹെഡാണ്. ഒരു റിയൽ പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത് കിങ് ഓർ ക്വീൻ ആണ്. ഈ കിങ് ഓർ ക്വീൻ ആണ് ഫൈനൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമവും നിയമ സംവിധാനങ്ങളും അതിൻ്റെ നിയന്ത്രണവും കാര്യങ്ങളും നീതിന്യായ വ്യവസ്ഥിതിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? കിങ് ഓർ ക്വീൻ തന്നെയാണ്. അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ നൊബിലിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ. നൊബിലിറ്റി 4 തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏൾസ്, ഡ്യൂക്സ്, ബാരൻസ്, നൈറ്റ്സ്. ഇതിൽ ഏൾസ്, ഡ്യൂക്സ് ഇവർ രണ്ടുപേരുമാണ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞ നൊബിലിറ്റിയിൽ. ഇവരുടെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ് ഓർ ക്വീൻ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഹയസ്റ്റ് റാങ്കിങ് ആണ്. അവർക്ക് പ്രധാനമായിട്ടും മൊണാർക്കീനെ, രാജഭരണത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡ്യൂക്സിൻ്റെയും ഏൾസിൻ്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഡ്യൂക്സിൻ്റെയും ഏൾസിൻ്റെയും താഴെ വരുന്ന ഒരു ഗ്രൂപ്പാണ് ബാരൻസ് എന്ന് പറയുന്നത്. ബാരൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂക്സിൻ്റെയും ഏൾസിൻ്റെയും കീഴിൽ
ഒരു സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുക ഈ ബാരൻസ് ആയിരിക്കും. അതായത് ഡ്യൂക്സും മേൾസും കൈകാര്യം ചെയ്യുന്ന അത്ര ഒരു ബിഗ് ആയിട്ടുള്ള ഒരു വലിയൊരു ടെറിട്ടറി അവർക്ക് ഉണ്ടായിരിക്കില്ല കൈകാര്യം ചെയ്യാൻ. അവരുടെ കീഴിൽ ഒരു സബ് ടെറിട്ടറി ആയിരിക്കും ഈ ബാരൻസിന് വരിക. അതുപോലെ തന്നെ ബാരൻസിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ആവശ്യ സമയത്ത് നൊബിലിറ്റി ഡ്യൂക്സിനും മേൾസിനും അതുപോലെ തന്നെ രാജാവിനും സൈനിക സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നാണ് ഇവരുടെ ജോലി. ബാരൻസിനും താഴെ വരുന്ന ഗ്രൂപ്പാണ് ആര്? നൈറ്റ്സ് എന്ന് പറയുന്നത്. നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സോൾജേഴ്സ് തന്നെയാണ്, പ്രൊഫഷണൽ സോൾജേഴ്സ് തന്നെയാണ്. ഈ നൊബിലിറ്റിയിൽ ഏറ്റവും താഴത്തെ റാങ്കാണ് നൈറ്റ്സ് എന്ന് പറയുന്നത്. ആവശ്യാനുസരണം ഇവർക്ക് വേണ്ടുന്ന സൈനിക കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ നൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ നൊബിലിറ്റിയുടെ പറഞ്ഞു. ഇനി അടുത്തത് ക്ലേർജി പറഞ്ഞു അല്ലെ. നൊബിലിറ്റിയുടെ താഴെ വരുന്നതാണ് ക്ലേർജി. ക്ലേർജിയിൽ ആരൊക്കെ ഉണ്ട്? ബിഷപ്സ് ഉണ്ട്. ബിഷപ്സിന് താഴെ പ്രീസ്റ്റ് ഉണ്ട്. പ്രീസ്റ്റിന് താഴെ മങ്സ് ഉണ്ട്. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഈ ക്ലേർജി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിശ്വാസ സമൂഹമാണ്. ക്ലേർജി ഒരു വിശ്വാസ സമൂഹമാണ്. അതിൽ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഈ ദൈവികമായ കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരാളാണ്. അതായത് ഒരു ഡിസ്ട്രിക്റ്റ് വൈസ് കൺട്രോൾ ആയിരിക്കും ബിഷപ്പിന് ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ ഏരിയയുടെ കൺട്രോൾ ഈ ബിഷപ്പിനായിരിക്കും ഉണ്ടായിരിക്കുക. അവിടുത്തെ ഡിസ്ട്രിക്റ്റിനെ ഡയോസസ് എന്നാണ് പറയുക. DIOCESC ഡയോസസ് എന്നാണ് ഡിസ്ട്രിക്റ്റിന് അറിയപ്പെടുക. ഈ ഡിയോസസിന്റെ അല്ലെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റിന്റെ കൺട്രോൾ ആണ് ഈ ബിഷപ്പിന് വരിക. സ്പിരിച്വൽ അഫയേഴ്സിലുള്ള ദൈവികമായ കാര്യങ്ങൾ ഈ കൺട്രോൾ വരും. ഈ ബിഷപ്പാണ് ഈ ക്ലേർജിയിൽ ഏറ്റവും ഉയർന്ന അതോറിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ പോപ്പ് അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള ഒരു ഉയർന്ന വ്യക്തിയായിരിക്കും അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ അതിന് മാത്രം ഇമ്പോർട്ടന്റ് ബിഷപ്പിന് ഉണ്ടായിരിക്കും. ബിഷപ്പിന് താഴെ ആരാണ്? പ്രീസ്റ്റ് ആണ് വരുന്നത് അല്ലെ. പ്രീസ്റ്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസ്ട്രിക്റ്റിന് താഴെ വരുന്ന സ്മോൾ ടെറിട്ടറിയിലെ ഈ റിലീജിയസ് കാര്യങ്ങൾ, ദൈവികപരമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ നോക്കലാണ് പ്രീസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളാണ് ഈ പ്രീസ്റ്റ് നോക്കേണ്ടുള്ളത്. ഈ ലോക്കൽ കമ്മ്യൂണിറ്റിനെ അറിയപ്പെടുന്നത് പാരിഷ് എന്നാണ്. അപ്പൊ പ്രീസ്റ്റിന്റെ ജോലി പാരിഷ് അഥവാ ലോക്കൽ കമ്മ്യൂണിറ്റിയിലെ റിലീജിയസ് അഫയേഴ്സ് നോക്കുക എന്നുള്ളതാണ്. ബിഷപ്പിന്റെ ജോലി എന്തായിരുന്നു? ഡിയോസസ് ഓർ ഡിസ്ട്രിക്ട് വൈസ് റിലീജിയസ് അഫയേഴ്സ് നോക്കുക എന്നുള്ളതാണ്. പ്രീസ്റ്റിന്റെ ജോലി പാരിഷ് ഓർ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഈ കാര്യങ്ങൾ, റിലീജിയസ് മതപരമായ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഈ പ്രീസ്റ്റിന്റെ താഴെ വരുന്ന ഗ്രൂപ്പായിരുന്നു ആര്? മങ്സ്. മങ്സ് എന്ന് പറഞ്ഞാൽ ഈ ദൈവവിശ്വാസ ഗ്രൂപ്പിലെ ഒരു അംഗം മാത്രമാണ്. ഒരു മൊണാസ്ട്രിയുടെ അവരുടെ എന്താ പറയാ ഈ ചർച്ചുമായി ബന്ധപ്പെട്ട മഠത്തിന്റെ ഒരു മെമ്പർ മാത്രമാണ് മോങ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അപ്പൊ ക്ലേർജിയിലെ 3 ഡിവിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് പെസൻസിനെ കുറിച്ച് പറഞ്ഞു. പെസൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഫാർമേഴ്സ് കർഷകരുണ്ടായിരിക്കാം, ക്രാഫ്റ്റ്മെൻ വിവിധ കൈത്തറികൾ ചെയ്യുന്ന ആൾക്കാരുടെ, ലേബേഴ്സ് മറ്റു കൂലിത്തൊഴിലാളികൾ ഉണ്ടായിരിക്കാം. ഇവരാണ് ബാക്കി വേണ്ടുന്ന സമൂഹത്തിന്, അതായത് രാജാക്കന്മാർക്ക്, നൊബിലിറ്റിക്ക്, ക്ലേർജിക്ക് ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഈ പെസൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? ഈ പെസൻസ് ഗ്രൂപ്പ് തന്നെയാണ്. ക്രാഫ്റ്റ്മാൻ, ലേബർ, ഫാർമേഴ്സ് എന്ന് പറയുന്ന പെസൻറ്റ് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ ഏറ്റവും മിസറബിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നതും ആരാണ്? പെസൻസ് തന്നെയായിരിക്കും. വളരെ ദാരിദ്ര്യാവസ്ഥയിൽ ഇവരുടെയൊക്കെ ഒരു കീഴിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി എടുക്കുന്ന, അതായത് ജോലി എടുക്കുക, പണിയെടുക്കുക എന്ന് മാത്രമായിട്ടുള്ളവരാണ് ഈ പെസൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ പെസൻസ് എന്ന് പറയുന്നത് ഈ ഫ്യൂഡൽ ലോഡ്സിന്റെ ഭൂമി ഉണ്ടായിരിക്കും. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ കിടന്ന് പണിയെടുക്കുന്ന ഒരു വിഭാഗം. ആ ഒരു ഭൂമിയുമായി വളരെ ക്ലോസ് ആയിട്ട് ടൈ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവരെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഭൂമിയായിട്ട്. ആ ഭൂമി വിട്ട് എവിടെയും പോകാനുള്ള അവകാശം ഈ പെസൻസിന്, പ്രത്യേകിച്ച് ഫാർമേഴ്സിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭൂമിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും പെസൻസ് എന്ന് അല്ലെങ്കിൽ ഫാർമേഴ്സ് ഗ്രൂപ്പൊക്കെ പറയുന്നത്. അപ്പം ബാക്കിയുള്ള സൊസൈറ്റിക്ക് വേണ്ടുന്നെല്ലാം പ്രൊഡ്യൂസ് ചെയ്യലാണ് പെസൻസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കിങ് ഓർ ക്വീൻ, നൊബിലിറ്റി, ക്ലേർജി, പെസൻസ്, ഇതാണ് ആ ഒരു സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ, ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ എന്താണെന്ന് പറഞ്ഞു, അത് അന്ന് നിലനിന്നിരുന്ന സാമൂഹിക ശ്രേണീകരണം, ഹൈറാർക്കിയൽ സിസ്റ്റം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫ്രാഗ്മെന്റേഷൻ ഓഫ് സൊസൈറ്റിയും അതിൻ്റെ കാരണങ്ങളുമായിരുന്നു. ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്